ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. നാം ഭഗവത്ഗീത എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായി നമ്മുടെ തലയിൽ ഉറയ്ക്കണം. ഭഗവത്ഗീത മനസ്സിൻ്റെ പരിവർത്തന പരിണാമ വികാസ ശാസ്ത്രമാണ്. മനസ്സാണ് നമുക്ക് വികസിപ്പിക്കേണ്ടത്. കാരണം ഈ പ്രപഞ്ചം വികസിക്കുന്നു. ഡെവലപ്മെൻറ്റ് എന്നല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റുകളൊക്കെ പറയുന്നത് നാട് വികസിക്കണം എന്നാണ്. പക്ഷേ നാട് വികസിക്കുമ്പോഴും മനസ്സ് വികസിച്ചിട്ടില്ല എങ്കിൽ, മനസ്സ് സങ്കുചിതമായാൽ എന്തായിരിക്കും ദുരന്തം? ഈ മനസ്സിൻ്റെ വികാസം എന്ത്, മനസ്സിൻ്റെ സങ്കുചിത്വം എന്ത്, ഇത് നമ്മൾ അറിയുന്നില്ല. കാരണം മനസ്സിനെക്കുറിച്ച് നമ്മളാരും പഠിക്കാത്തതുകൊണ്ട്. മനസ്സിൻ്റെ സങ്കുചിത്വം എന്ന് പറയുന്നത് സ്വാർത്ഥനിഷ്ഠമാണ്. അതെപ്പോഴും ഓർക്കുക. അവനവൻ്റെ സുഖം, അവനവൻ്റെ ലോകം, അവനവൻ്റെ. ഇന്ന് ഈ ഡെവലപ്മെൻറ്റ് വേൾഡിൽ മനുഷ്യൻ അവനവൻ്റെ സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രിയങ്ങൾക്കും അവനവൻ്റെ കാമഭോഗങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സങ്കുചിതമായ മനസ്സായി ആ മനസ്സ് മറ്റുള്ളവർക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കും. തനിക്ക് സുഖം കിട്ടാൻ വേണ്ടി ലഹരിക്കടിമപ്പെട്ട് ആ ലഹരിയുടെ ആവശ്യത്തിൽ വീട്ടിൽ വന്ന് നരനായാട്ടുണ്ടാക്കുന്നവർ ഇന്ന് നിത്യകാഴ്ചകളാണ്. തനിക്ക് സുഖം കിട്ടാൻ വേണ്ടി തൻ്റെ സുഖലോകങ്ങളിൽ മുഴുകി കടക്കെണികൾ വെച്ച് വാരിക്കൂട്ടി കടം അവസാനം ഭാര്യയും മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ അടിസ്ഥാനമൊക്കെ അവനവൻ്റെ സുഖം, സ്വാർത്ഥ സുഖം, ഞാൻ എനിക്ക് സുഖം, എൻ്റെ സുഖം. ഈവൻ മതങ്ങൾ പോലും തെറ്റായ മതചിന്തകൾ തലയിൽ അടിച്ചുറപ്പിച്ച് നിനക്ക് സ്വർഗത്തിലെത്തിയാൽ ഒരുപാട് കാമഭോഗങ്ങൾ അനുഭവിക്കാമെന്ന് തെറ്റായത് അവൻ്റെ തലയിൽ കുത്തി നിറച്ച് സ്വാർത്ഥ സുഖം, തനിക്ക് സ്വർഗത്തിൽ പോയാൽ സ്വാർത്ഥ സുഖം കിട്ടുമെന്ന് അവൻ്റെ തലയിൽ ഉറപ്പിച്ചുകൊണ്ട് അവനെ ഭ്രാന്തനാക്കി ഈ ലോകത്തെ നശിപ്പിക്കുന്ന ചിന്ത അവൻ്റെ തലയിലുണ്ടാക്കുന്നു. അപ്പം അടിസ്ഥാനമെല്ലാം ഈ സ്വാർത്ഥനിഷ്ഠമായ സുഖങ്ങളാണ്. ഭാരത ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിക്കുന്നത്, സുഖം ഇരിക്കുന്നത്, യഥാർത്ഥ സുഖം ഇരിക്കുന്നത് മനസ്സിൻ്റെ നന്മ, മനസ്സിൻ്റെ സത്ചിന്തകൾ, സത്പ്രവർത്തികൾ ആയിരുന്നാൽ അവിടെ നമുക്ക് മാത്രമല്ല സുഖം, മറ്റുള്ളവരുടെ വളർച്ചയും വികാസവും ഉയർച്ചയും അത് നമുക്കും വളർച്ചയുണ്ടാക്കുന്നു. സങ്കുചിതരായാൽ നമുക്കും അധപ്പതനം, മറ്റുള്ളവർക്കും അധപ്പതനം. നാം വികസിക്കാൻ തയ്യാറായാൽ, മാനസികമായി ഉയരാൻ തയ്യാറായാൽ നമുക്കും വികാസം, മറ്റുള്ളവർക്കും വികാസം. നമ്മുടെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മുദ്രാവാക്യം പോലെ സബ്കോ വികാസ് എന്നുള്ളത്, എല്ലാവരുടെയും വികാസം, സബ്കാ വികാസ്, എല്ലാവരുടെയും. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഉയരുമ്പോൾ ആ വ്യക്തികൾ ആദരണീയരാകുന്നു, ആ വ്യക്തികൾ വളരെ പൂജിതരാകുന്നു. ഓരോ വ്യക്തിയെയും സമൂഹം സ്നേഹിക്കണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ, ബഹുമാനിക്കണമെങ്കിൽ മനസ്സ് വികസിക്കാൻ നമ്മൾ പരിശീലിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം മനസ്സ് വികസിക്കണമെങ്കിൽ മനസ്സിന് പ്രധാനമായും വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഏകാഗ്രതയും അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ലയവും, അല്ലെങ്കിൽ അതിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ പറയില്ലേ, അല്ല പാഷൻ എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, അതിലുള്ള ഇൻവോൾവ്മെൻറ്റ്. ഇപ്പം നമ്മുടെ കോൺസെൻട്രേഷനും ഇൻവോൾവ്മെൻറ്റും ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമുക്ക് മുഴുവനായി പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കിട്ടുന്ന ഒരു ലയവും
അതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനവും പരോപകാരവും ഇതിൽ നിന്ന് കിട്ടുന്നൊരു ആത്മസംതൃപ്തി, ആ സുഖം വലുതാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ദിവസവും ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് പരിശീലിക്കുകയാണെങ്കിൽ കിട്ടുന്ന സുഖം ഈ സ്വാർത്ഥനിഷ്ഠരായ ആളുകൾക്ക് കിട്ടുന്ന സുഖത്തേക്കാൾ വലുതായിരിക്കും. അങ്ങനെ സുഖം എന്നത് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവരുടെ എൻ്റർടൈൻമെൻറ്റിൽ കിട്ടുന്ന കുറേ സുഖമാണെന്നാണ്. പക്ഷേ അവരറിയുന്നില്ല, മനസ്സിൻ്റെ ലയമാണ് സുഖത്തിന് നിദാനം. മനസ്സ് ഏത് കാര്യത്തിൽ ലയിക്കുന്നോ, എത്ര ലയിക്കുന്നോ, അതാണ് സുഖത്തിൻ്റെ കാരണം. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. ആളുകൾ ലഹരിയിലേക്ക് പോകുന്നതും മദ്യത്തിനടിമപ്പെടുന്നതും ഒക്കെ അവൻ്റെ മനോലയം, മനസ്സിന് ആ വികാരങ്ങളിൽ ലയിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ചൂതുകളിയും അല്ലെങ്കിൽ ഇന്നത്തെ ഓൺലൈൻ ഗെയിമും അതും ഇതൊക്കെ ഈ മനസ്സിൻ്റെ ലയമാണ്. മനസ്സ് ലയിക്കുന്നില്ല എങ്കിൽ അവനെവിടെയാണ് സുഖമുള്ളത്? അവന് താൽക്കാലികമായി കിട്ടുന്ന ഒരു ഭ്രമം, അത്രയേ ഉള്ളൂ ആ സുഖം. എന്നാൽ കൃഷ്ണൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും തളരാത്തതായ, ജീവിതം തകർക്കാത്തതായ, ആരുടെയും ജീവിതം തകർക്കാത്തതായ ഒരു ആത്മസുഖം നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം മനസ്സിൻ്റെ ലയമാണ് സുഖം. ആ സുഖം വർദ്ധിക്കണമെങ്കിൽ ഏകാഗ്രതയോടെ, അർപ്പണത്തോടെ നാം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതേതാണ്? അതാണ് കൃഷ്ണൻ ഗീതയിൽ 4-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകം നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നത്. ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം. ദ്രവ്യയജ്ഞാ തപോയജ്ഞാ യോഗയജ്ഞാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയ സംശിതവ്രതാ. യതയ യജ്ഞിക്കുന്നവർക്ക്, സംശിതവ്രത, സംശിതവ്രതം. സംശിതവ്രതം എന്ന് പറഞ്ഞാൽ വ്രതം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സംശിതം, പരിപൂർണമായ അർപ്പണത്തോടു കൂടിയിട്ടുള്ള, നിഷ്ഠയോടു കൂടിയിട്ടുള്ള ആരാണോ അനുഷ്ഠിക്കുന്നത് ഈ പറയുന്നതൊക്കെ. ഏതൊക്കെയാണ്? ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സാധ്യായജ്ഞം, ജ്ഞാനയജ്ഞം തുടങ്ങിയതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പം നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കാൻ വേണ്ടി, ഏകാഗ്രമാക്കാൻ വേണ്ടി നാം വിഗ്രഹാരാധന നടത്തുന്നു. അപ്പം ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത്, വിഗ്രഹങ്ങളല്ല ഹിന്ദുവിന് ദൈവം. ദൈവം എന്ന് പറയുന്നത് അവനവനെ നിലനിർത്തുന്ന അനന്തശക്തിയാണ്, ബോധശക്തിയാണ്. ബോധമുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള ശക്തികളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈശ്വരൻ എന്നാൽ ഇൻഫിനിറ്റ് കോൺഷ്യസ് എനർജി അല്ലെങ്കിൽ ഇൻഫിനിറ്റ് കോൺഷ്യസ് ഇൻ്റലിജൻസ്. ഇത് പറഞ്ഞ് പഠിക്കണം നമ്മൾ. അനന്തമായ ശക്തിയാണ്. ആ ശക്തിയിലാണ് വ്യക്തി ഇരിക്കുന്നത്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതൊരു മതസ്ഥർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങളും ഈ ലോകത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും മനസ്സുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. മനസ്സെന്നൊരു ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് ഈ ലോകവുമായി ഒരിടപഴകലും ഉണ്ടാകില്ല. കാലത്ത് നിങ്ങൾ എണീക്കുമ്പോൾ മനസ്സുണരുന്നു. ആ മനസ്സിലൂടെയാണ് നിങ്ങൾ സകല അനുഭവങ്ങളും അറിയുന്നതും അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും കാണുന്നതും ഒക്കെ. സോൾ ത്രൂ ദ മൈൻഡ്. അപ്പം മനസ്സെന്നത് ഇല്ല എങ്കിൽ ഉറക്കത്തിൽ മനസ്സ് നിശേഷം അലിഞ്ഞു കിടക്കുകയാണ്. എന്തനുഭവമുണ്ട്? എന്തറിവുണ്ട്? നിങ്ങൾക്ക് അനസ്തീഷ്യ തന്ന് ഡോക്ടർ കിടത്തി നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വല്ലതും അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? കാരണം മനസ്സ് കെട്ടടങ്ങി, മനസ്സ് പൂർണ്ണമായി ഒരു അബോധാവസ്ഥയിലേക്ക് പോയി. അപ്പം മനസ്സ് ബോധാവസ്ഥയിലേക്ക് വന്നാലേ, നോക്കുക വാക്ക് തന്നെ, ബോധാവസ്ഥ, അബോധാവസ്ഥ, അൺകോൺഷ്യസ് സ്റ്റേറ്റ്, കോൺഷ്യസ് സ്റ്റേറ്റ്, ഇതൊക്കെ മോഡേൺ സയൻസ് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മോഡേൺ സൈക്കോളജി ഉപയോഗിച്ച വാക്കുകളാണ്. സൈക്യാട്രി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. രോഗി അൺകോൺഷ്യസായി, രോഗി കോൺഷ്യസായി. ഈ തരത്തിൽ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ മനസ്സ് കോൺഷ്യസ് ആവുമ്പോൾ നാം അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു,
സ്പർശിക്കുന്നു. അതായത് എല്ലാ അനുഭവങ്ങളും നമ്മൾ മനസ്സിലൂടെ അറിയുകയാണ്, അനുഭവിക്കുകയാണ്, കാണുകയാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആരും ആ മനസ്സിനെ അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആ മനസ്സിൻ്റെ രൂപം എന്താണ്? മനസ്സിന് രൂപമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? മനസ്സിൻ്റെ രൂപം എന്താണ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മെഡിക്കൽ സിസ്റ്റത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ മനസ്സിൻ്റെ ഷേപ്പ് ഇതാണെന്ന്? സ്കാനിങ് ഏതൊക്കെ വിധത്തിൽ, MRI സ്കാനിങ്, CT സ്കാൻ, മറ്റേ സ്കാൻ, ഒരുപാട് ഇന്ന് വരെ തല സ്കാൻ ചെയ്തിട്ട് മനസ്സിൻ്റെ ചിത്രം എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം മനസ്സെന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? സ്കാനിങ്ങിൽ വരാത്തതുകൊണ്ട് അതില്ല എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റും. അപ്പം മനസ്സിനെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റാത്തതിന് കാരണം അത് ശക്തിയാണ്, ഊർജമാണ്. അതിന് പ്രത്യേക രൂപമില്ല. മനസ്സ് ശക്തിയാണ്. അപ്പം മനസ്സെന്നത് ശക്തിയാണ്. ആ ശക്തിയായ മനസ്സിന് രൂപമില്ല. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇപ്പം നിങ്ങളെന്ന് പറയുന്നത് വ്യക്തിയാണോ ശക്തിയാണോ? കാരണം മനസ്സ് കെട്ടടങ്ങിയാൽ നിങ്ങളില്ല, മനസ്സുണർന്നാൽ നിങ്ങളുണ്ട്. ഇപ്പം വ്യക്തി എന്ന് പറയുന്നത് കേവലം ഈ ശരീരം മാത്രമാണ്. ഈ ശരീരത്തോട് ചേർന്നും ചേരാതെയും പ്രവർത്തിക്കുന്ന മനസ്സ് ശക്തിയാണ്. ഇപ്പം ശക്തിയായ മനസ്സ് വ്യക്തിയായ ശരീരത്തോട് ചേരുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വ്യക്തിയാണ്, ആ വ്യക്തിക്കാണ് ശക്തി എന്നുള്ളത്. വാസ്തവത്തിൽ ശക്തി വ്യക്തിത്വം ഈ വ്യക്തിയോട് ചേരുകയാണ്. മനസ്സിനെപ്പോൾ വേണമെങ്കിലും ഈ ശരീരം വിട്ടുപോകാം. അതുകൊണ്ടല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളെ വിട്ടുപോയി, അല്ലെങ്കിൽ അവൾ നമ്മളെ വിട്ടുപോയി, ആത്മാവ് വിട്ടുപോയി, പ്രാണൻ വിട്ടുപോയി, ജീവൻ വിട്ടുപോയി, എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പം ശക്തിയല്ലേ വിട്ടുപോയത്, വ്യക്തി പോയിട്ടില്ല. വ്യക്തി അവിടെ കിടക്കുകയാണ്, വ്യക്തി എങ്ങോട്ടും പോകുന്നില്ല. അപ്പം നമ്മളെന്ന് പറയുന്നത് ശക്തിയാണെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഏത് ശക്തി? ബോധശക്തി. കാരണം ബോധം, കോൺഷ്യസ്നെസ്, നമ്മൾ ഉണർന്നു വരുമ്പോൾ ബോധമുണ്ട്. അപ്പം ബോധശക്തിയാണ് നമ്മൾ. ഈ ബോധശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ ഇതേ ബോധശക്തിയാണ് എല്ലാവരുടെയും മനസ്സ്, സകല ജീവജാലങ്ങളുടെയും മനസ്സ്. അപ്പം ആ ഇൻഫിനിറ്റ് തലത്തിൽ ആ ബോധശക്തിയെ വിളിക്കുന്ന പേരാണ് ഈശ്വരൻ. ഈശ്വരൻ എന്നാൽ അനന്ത ബോധശക്തി. ആ ബോധശക്തി സ്വതന്ത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏത് ചിന്തകളും ചിന്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത്. നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും വിചാരിക്കരുത് നമ്മൾ വിധിക്ക് അടിമപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് കുറേ മതങ്ങളുണ്ടാക്കിയ വലിയ അപകടങ്ങൾ. പാവം, ഒന്നും ചിന്തിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ ദൈവം നിന്നെ നരകത്തിൽ. പേടിക്കരുത് സുഹൃത്തുക്കളെ, അങ്ങനെ ആകാശത്തിൻ്റെ മുകളിലൊരു നരകവും സ്വർഗവും ഇല്ല. നിങ്ങൾ ഉറപ്പിച്ചോളൂ. കാരണം മരണം എന്ന് പറയുന്ന അബോധാവസ്ഥയിലാണ്. അബോധാവസ്ഥയിൽ പോകുന്ന നിങ്ങൾക്കെന്ത് നരകവും നിങ്ങൾക്കെന്ത് മരണവും? ദാരിദ്ര്യവും സാമ്പത്തികവുമായിട്ടുള്ള പല ദുരിതങ്ങളുള്ള ഒരാൾ ഉറങ്ങിക്കിടന്നാൽ അയാൾക്ക് വല്ല ദുരിതങ്ങളും ഉണ്ടോ? ഇനി എല്ലാ സുഖങ്ങളുടെയും നടുവിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരാൾ കിടന്നുറങ്ങുന്നു. അവിടെ ഡാൻസ് നടക്കണോ, കള്ളുകൂടി നടക്കണോ, പാട്ട് നടക്കണോ, അയാൾ നല്ല കൂർക്കം വരിച്ച് കിടക്കുക. അയാൾക്ക് എന്ത് സുഖം? ഇതാണ് സത്യം. നരകമുണ്ടായാലും സ്വർഗമുണ്ടായാലും നിങ്ങൾക്കെന്ത്? കാരണം മരണം നിങ്ങളെ അബോധാവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ അബോധത്തിൽ മരിച്ചു പോകുന്നവരാണ് നമ്മൾ. ബോധത്തിൽ മരിക്കാൻ പറ്റില്ല, അബോധത്തിലാണ്. മരണസമയത്ത് മനുഷ്യൻ അബോധാവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടോ ഞാനിതാ മരിക്കുകയാണ്, വളരെ നല്ല കാര്യം കേട്ടോ, വളരെ സന്തോഷമുണ്ട്, നിങ്ങളൊക്കെ ഞാൻ വിട്ടുപോവാണ്, എനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് തന്നെ വലി തുടങ്ങി ആ ബോധത്തിലായി. അയാൾക്ക് അറിയുന്ന പോലും ഇല്ല അയാൾ മരിക്കണ്ടോ. ഇനി അയാൾ അറിഞ്ഞാൽ പോലും അയാൾക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അപ്പം ഈ അബോധാവസ്ഥയിൽ മരിച്ചു പോകുന്ന മനുഷ്യൻ വ്യക്തിയല്ല, ശക്തിയാണ് വിട്ടുപോകുന്നത്. അപ്പം ആ ശക്തി അനന്തമാണ്. നമ്മുടെ മനഃശക്തി അനന്തമാണ്. കാരണം ആ മനഃശക്തി തന്നെയാണ് ഈശ്വരശക്തി. അതിനെ നമ്മൾ ദുർബലമാക്കുന്നത് സ്വാർത്ഥ സുഖം, സ്വാർത്ഥത, സ്വാർത്ഥ ലോകം. നിങ്ങളതിനൊന്ന് വിട്ടുനോക്കൂ. കൃഷ്ണൻ പറയുന്ന സാധനകളിലേക്കൊന്ന് മുഴുകി നോക്കൂ. പരിവർത്തനം നമുക്ക് കാണാൻ പറ്റും.
നിങ്ങൾക്ക് നിങ്ങളെ പരിവർത്തനം വരുത്തിയെടുക്കാം. ഒരു ദൈവം പറഞ്ഞ പുസ്തകവും ബൈ ഹാർട്ട് പഠിച്ച് അതിലൂടെ നിങ്ങൾ ജീവിക്കണ്ട. കാരണം അന്ധമായ ഒരു മതാചരണവും നിങ്ങളെ എവിടെയും കൊണ്ടെത്തിക്കില്ല. ഇതൊന്നും നിങ്ങൾ പരിശീലിച്ച് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ കൃഷ്ണൻ പറയുന്നു ദ്രവ്യയജ്ഞം. നിങ്ങളിരുന്നൊരു വിഗ്രഹത്തെ എന്തിനാ ആരാധിക്കുന്നത്? ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഗ്രഹിക്കുക എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒന്ന് രൂപത്തിലും, രണ്ട് നാമത്തിലും. അപ്പം നാമത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ. കാരണം മനസ്സിൻ്റെ ബേസിക് നേച്ചർ അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്, വളരെ ഫ്ലക്ലറിങ് ആണ്, വളരെ അങ്ങനെ ടർബുലൻ്റ് ആണ്, ആടിക്കളിക്കുന്നതാണ്. അപ്പം അതിനെ ഒരിടത്ത് പിടിച്ചു നിർത്താൻ ഒരു വിഗ്രഹം നമുക്ക് ആവശ്യമാണ്. കണ്ണു തുറന്ന് വിഗ്രഹം നോക്കി മനസ്സുകൊണ്ട് ജപിക്കുക. ആ മനസ്സിൽ ആ നാമത്തിൽ അലിഞ്ഞു നോക്കുക. അങ്ങനെ പരിശീലിക്കുക. പിന്നെ തപോയജ്ഞം. കുറച്ചു നേരം നാമത്തിൽ അങ്ങനെ അലിഞ്ഞ് കണ്ണടച്ച് നാമത്തിലേക്ക് അലിഞ്ഞ് അങ്ങനെ പരിശീലിക്കുക. അപ്പം നമ്മൾ ഉറക്കെ ചൊല്ലി പതുക്കെ ചൊല്ലി ഒക്കെ മനസ്സങ്ങനെ ലയിപ്പിച്ച് നോക്കുക. ഇതുപോലെ അവനവൻ്റെ കർമ്മമേഖലകളിൽ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം നാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കർമ്മമേഖലയിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ യോഗാസനങ്ങളൊക്കെ പരിശീലിക്കുക. സ്വാധ്യായജ്ഞം. നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വിഷ്ണു സഹസ്രം ഡെയിലി രാവിലെ വിഷ്ണു സഹസ്രം, ഡെയിലി വൈകുന്നേരം ലളിതാ സഹസ്രം വായിച്ചു നോക്കും. മാറ്റങ്ങളുണ്ടാവും. ഒരു ദിവസം പോലും വിടാതെ ഒരു പരിശീലനമായിട്ട്, ഒരു നിഷ്ഠയായിട്ട് കൊണ്ടു നടക്കുക. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ എന്നങ്ങോട്ട് ഉറപ്പ് വരുത്തുക. നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലേ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് ലളിതാ സഹസ്രം. അത് ശീലമാക്കി മാറ്റുക. കുട്ടികളെയും ശീലിപ്പിക്കുക. ജ്ഞാനയജ്ഞാശ്ച. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടാകണം ഈശ്വരൻ ആരാണ്. ഈശ്വരനെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ എന്നെനിക്ക് പറയാൻ സാധിക്കുന്നതിന് കാരണം ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബോധമുള്ള മനസ്സാണ് ഞാനെന്ന് പറയുന്നത്. ആ ബോധമുള്ള മനസ്സിലെ ബോധശക്തി ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. ആ മനസ്സിലെ ബോധശക്തി ശരീരമുണ്ടാക്കിയതാണോ? മനസ്സിലെ ബോധശക്തി അതിനൊരു മാറ്റമില്ല. അതങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. അനന്തമായൊരു ബോധശക്തിക്ക് കൊടുത്ത പേരാണ് പൂർണ്ണ ബോധം. ആ പൂർണ്ണബോധത്തിന് കൊടുത്ത പേരാണ് ഈശ്വരൻ. അപ്പം ഈശ്വര ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാനെന്നൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഞാനെന്നൊരു ചിന്ത, ഒരു അഹന്ത എൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. ഇപ്പം എല്ലാവരും നിലനിൽക്കുന്നത് ആ അനന്തമായ ശക്തിയിലാണ്. മനസ്സെന്ന ബോധം അല്ലെങ്കിൽ മനസ്സെന്ന ചിന്ത ഇരിക്കുന്നത്. ആ മനസ്സെന്ന ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. ഈ വ്യക്തി എന്ന ശരീരം ഇരിക്കുന്നത്. ബോധത്തിൽ ചിന്ത, ചിന്തയിൽ ശരീരം. ആലോചിച്ചു എന്തൊരു ഭംഗിയാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ. ഒന്നുകൂടി പറയാം. ബോധം, അനന്തമായ ബോധത്തിൽ പൊങ്ങി വരുന്ന ഒരു കുമിള പോലെ, പൊങ്ങി വരുന്ന വെള്ളത്തിൽ കുമിള പൊങ്ങി വരുന്ന പോലെ ഒരു കുമിള, ഒരു ചിന്തയാണ് ഞാനെന്ന ചിന്ത. എല്ലാ ചിന്തകളും, ബാക്കി എല്ലാ ചിന്തകളും ബോധത്തിൽ. അതുകൊണ്ടാണ് ഏത് ചിന്തയിലും നമുക്ക് ബോധമുണ്ട്. നല്ലത് ചിന്തിക്കുമ്പോഴും വേണ്ടാത്ത ചിന്തിക്കുമ്പോഴും വിഷമം സന്തോഷമൊക്കെ നമുക്ക് ബോധമുണ്ട്. അപ്പോൾ ബോധത്തിലാണ് ഈ ചിന്തകൾ പൊങ്ങി വരുന്നത്. ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആഴത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കണ്ടുപിടിക്കണം. കാരണം ചിന്തകളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത നമുക്ക് പിന്നെ ചിന്തകൾ പൊങ്ങി വരുന്നത് ബോധത്തിലാണെന്ന് കണ്ടുപിടിക്കൽ എളുപ്പമല്ല. അപ്പം ആദ്യം ചിന്തകളെ നിരീക്ഷിക്കുക. ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ ചിന്തകളും നമുക്ക് ബോധമുണ്ട്. എനിക്ക് സങ്കടം വരും, എനിക്കറിയാം, എനിക്ക് ബോധമുണ്ട്. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ പറയില്ലേ എനിക്കറിയാം, എനിക്ക് ബോധമുണ്ട്, എനിക്ക് സങ്കടമുണ്ടെന്ന്. അപ്പം നമുക്ക് ഓരോ വികാരങ്ങളും നമുക്ക് ബോധമുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല ബോധത്തിലാണ് ഈ ചിന്ത ഇരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ കൂടുതൽ ആ ചിന്തയിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പം ആ ബോധമാണ് ഈശ്വരൻ, ആ ബോധമാണ് ശക്തി, ആ ബോധമാണ് പൂർണ്ണശക്തി. ആ ബോധത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ ബോധത്തിന് നിങ്ങളെ എങ്ങോട്ടും മറിക്കാനുള്ള കഴിവുണ്ട്. ഇത് നമ്മൾ അറിയുന്നില്ല. ഈശ്വരൻ്റെ ശക്തി പ്രയോജനപ്പെടുത്താനാണ് നമ്മുടെ ഋഷിവര്യന്മാരെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈശ്വരനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കാനല്ല.
നമുക്ക് തന്നിരിക്കുന്ന ഈശ്വരീയമായ ബോധശക്തിയെ വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. എന്താ വേണ്ട വിധത്തിൽ? അതിന് നമ്മുടെ ശ്രദ്ധയെ ഏതിലേക്കും കൊണ്ടുപോകാനുള്ള കഴിവും പ്രാപ്തിയുമൊക്കെ ഉണ്ട്. പക്ഷെ അത് പരിശീലിപ്പിക്കണം. കാരണം ഇവിടെ വേണ്ടാത്തതിൽ മുഴുകുന്നൊരു പരിശീലനം നമ്മൾ സ്വതസിദ്ധമായി ചെയ്തതുകൊണ്ട്, എഫേർട്ട്ലെസ്സായി ചെയ്തതുകൊണ്ട് സാധനാനുഷ്ഠാനത്തിന് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്, പ്രയത്നങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് വെറുതെ അമ്പലത്തിൽ പോയി തൊഴുത് കിട്ടുന്നതാണെന്ന്, അല്ലെങ്കിൽ വെറുതെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതാണെന്ന്. അല്ല, അതിന് നമുക്ക് കുറച്ച് ഏകാഗ്രത വികസിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം ഏകാഗ്രത വികസിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സതിൻ്റെ സ്വാഭാവിക ചിന്തകളിലേക്ക് പോകാൻ അനുവദിക്കാതെ ഒരു ചിന്തയിലേക്ക് നിങ്ങളങ്ങനെ ഫോക്കസ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ ബോധത്തിൻ്റെ ശക്തിയല്ലേ, ബോധത്തിൽ അന്തർലീനമായ ശക്തിയല്ലേ അത്. അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ച് നിരന്തരം പരിശീലിക്കുമ്പോൾ അനന്തമായ ബോധശക്തിയിലാണ് ഞാനിരിക്കുന്നത്. ക്രമേണ നിങ്ങൾക്ക് തത്വമസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിടികിട്ടും. ശബരിമലയിൽ തത്വമസി എന്നുള്ള വാക്ക് എഴുതി വെച്ചത്, ചാന്തോക്യ ഉപനിഷത്തിൽ നിന്ന് എടുത്തത് എഴുതി വെച്ചത് ഗീതാചാര്യനായ സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞിട്ടാണ്. സ്വാമിജി പണ്ട് ശബരിമലയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അയ്യപ്പസ്വാമിയുടെ ആ ഒരു ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ സ്വാമിജിക്ക് മനസ്സിലായി ദക്ഷിണാമൂർത്തിയുടെ ആ ഒരു ദക്ഷിണാമൂർത്തി, ഭഗവാൻ പരമശിവൻ്റെ ദക്ഷിണാമൂർത്തി രൂപവും ചിന്മുദ്രയേന്തിയതാണ്. അപ്പം ഈ ചിന്മുദ്രാങ്കിതമായ ഈ രൂപം സ്വാമിജി പറഞ്ഞു തത്വമസി എന്ന് എഴുതി വെക്കണം. കാരണം ആ ചിന്മുദ്ര പഠിപ്പിക്കുന്ന തത്വമസിയാണ്. തള്ളവിരൽ ശക്തിയുടെയും ഞാൻ എന്ന ചിന്തയുടെയും പ്രതീകമാണ് ചൂണ്ടുവിരൽ. അപ്പോൾ ഈ ചൂണ്ടുവിരൽ തള്ളവിരലിലേക്ക് ചേർക്കുമ്പോൾ അതിനർത്ഥം ഞാൻ ഈ അനന്തശക്തിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊക്കെ തത്വമസി എന്ന പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ത്വം തത് അസി, ഞാൻ ഈശ്വരനാകുന്നു. ഞാൻ ഈശ്വരനല്ല, അത് വളരെ തെറ്റല്ലേ. ഞാൻ ഈശ്വരനല്ല, ഞാൻ അല്പമാണ്, ഞാൻ ദുർബലനാണ്. കാരണം എൻ്റെ മനസ്സ് വളരെ എപ്പോഴും പ്രക്ഷുബ്ധവും വികാരവും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പം തത്വമസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈശ്വരനിൽ ആണ് ഞാൻ എന്നാണ്. ഞാൻ ദുർബലനാണെങ്കിലും ഈശ്വരൻ എന്ന ശക്തിയിൽ നിൽക്കുന്നത് കൊണ്ട്, എന്നിൽ ആ ബോധമുള്ളത് കൊണ്ട് എനിക്കെന്നെ ദുർബലാവസ്ഥയിൽ നിന്നും പരിവർത്തനം വരുത്താം. അപ്പം ഈശ്വരീയമായ ശക്തി ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ഏകാഗ്രതയും അതുപോലെ അർപ്പണത്തിലൂടെ ലയവും പരിശീലിച്ച് പോകുമ്പോൾ ഞാനില്ല, ഈശ്വരനേ ഉള്ളൂ. പുഴ കടലിലേക്ക് ഒഴുകി പുഴ കടലായിത്തീരുന്ന പോലെ, പുഴ തന്നെ കടലായിത്തീരുന്ന പോലെ. കാരണം കടലേ ഉള്ളൂ, പുഴ അതിൻ്റെ ഒരു ഭാഗമാണ്, അംശമാണ്. ഇതുപോലെ നാം ഓരോരുത്തരും ആ അനന്തശക്തിയാണ്. അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ടേൺ ഇൻ ടു എനർജി എന്ന് ഐൻസ്റ്റീൻ പറയുന്നതിന് മുമ്പ് പൂർവികർ പറഞ്ഞു വെച്ചു, പൂർണ്ണം, നിങ്ങൾ പൂർണ്ണമാണ്. അപ്പം നിങ്ങൾ ആ പൂർണ്ണതയിലേക്ക്, ഒരു കടലാകുന്ന പൂർണ്ണതയിലേക്ക് പുഴയാകുന്ന അല്പം അലിഞ്ഞു ഒഴുകുന്ന പോലെ, ഇതുപോലെ പൂർണ്ണമാകുന്ന ബോധത്തിലേക്ക് ഞാനെന്ന ചിന്ത നാമസ്മരണാദികളിൽ ലയിച്ച് അതിലേക്ക് എത്തുന്നു. ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ, വാഴണം സുഖം. നാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ. അപ്പം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേന. അപ്പം ഞാനെന്ന ഭാവം വിട്ട് നമ്മൾ നാമസ്മരണാദികളിൽ അലിഞ്ഞ് അങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം. അപ്പം നിങ്ങളിൽ ഈശ്വരനേ ഉള്ളൂ. അപ്പം ആ ജ്ഞാനം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. ബോധം, ദുഃഖിക്കുമ്പോൾ ബോധമുണ്ട്, ആ ബോധത്തെ ശ്രദ്ധിക്കുക. ബോധത്തിന് ശക്തിയുണ്ട്, ബോധത്തിന് നമ്മളെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ബോധശക്തിയിലേക്കാണോ ശ്രദ്ധിക്കേണ്ടത്, അതോ എന്നെ വിഷമിപ്പിക്കുന്ന ദുർബല ചിന്തകളിലേക്കാണോ ശ്രദ്ധിക്കേണ്ടത്? ബോധശക്തിയിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉയരാം, വളരാം, വികസിക്കാം. എന്നാൽ ദുർബല ചിന്തകളിലേക്കാണ് നിങ്ങൾ പോകുന്നെങ്കിൽ സ്വാർത്ഥരായി, നിങ്ങളുടെ ആ മനസ്സിൻ്റെ ആ ഒരു അട്ടമൻ്റ് സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ നന്നാവില്ല, എനിക്ക് നന്നാവണ്ട, എനിക്കിങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നാൽ മതി, ഞാനിങ്ങനെയൊക്കെ ജീവിക്കും, ഞാനിങ്ങനെ എന്ന് പറഞ്ഞാൽ പരാതിക്കാരായി, പരാജിതരായിട്ട് ജീവിക്കാം. ഇത് നമ്മൾ തീരുമാനിക്കണം.
എവിടെ മനസ്സ് വയ്ക്കണം? വികാരങ്ങളിൽ വെച്ചിരിക്കണോ, ബോധത്തിൽ വെച്ച് വിചാരത്തിലൂടെ വളരണം. ഈ 2 ട്രാക്കും നമുക്ക് തന്നിരിക്കുകയാണ്. ചില സമയത്ത് ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടല്ലോ, 2-3 റൂട്ടുകൾ കാണിച്ചു തരും. ചിലതൊക്കെ ഉൾവഴികളായിരിക്കും, പക്ഷേ ട്രാഫിക് ഉണ്ടാവില്ല. വേറെ ചിലത് ഹൈവേ ആയിരിക്കും, പക്ഷെ ട്രാഫിക് ഉണ്ടായിരിക്കും. ഇപ്രകാരം നമുക്ക് 2-3 ഓപ്ഷൻ റൂട്ടുകൾ കാണിച്ചു തരുന്ന പോലെ ഇവിടെ നമുക്ക് വികാരങ്ങളിൽ കുരുങ്ങി ജീവിതം വിഷമത്തോടെ വേദനയോടെ കരഞ്ഞു കൊണ്ടുപോകും. ബോധത്തിലേക്ക് തിരിഞ്ഞ് ജീവിതത്തെ തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തി ആത്മസുഖവും മറ്റുള്ളവർക്ക് സൗഖ്യവും കൊടുത്തുകൊണ്ട് സംതൃപ്തരായി, കൃതാർത്ഥരായി, ധന്യരായി, പവിത്രീകരിച്ചു കൊണ്ട് കടന്നു. ഇതിലേതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന ഈ സാധനാനുഷ്ഠാനം നമ്മൾ കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചാൽ മനസ്സ് വികസിച്ചിരിക്കും. അതാണ് മനസ്സിൻ്റെ ശക്തിയും കഴിവും. തുടർന്ന് കൃഷ്ണൻ അതിഗംഭീരമായൊരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയം അതിഗംഭീരമാണ്. നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യം നേടിയെടുക്കാൻ വളരെ സഹായിക്കുന്നതാണ്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത